ഒമാൻ തീരത്ത് ചരക്ക് കപ്പലിന് നേരെയുണ്ടായ ഇറാൻ ആക്രമണത്തിൽ കടലിൽ കാണാതായ ഭാരതീയനായ മറൈൻ എഞ്ചിനീയറുടെ മൃതദേഹം കണ്ടെത്തി. സൈപ്രസ് പതാകയുള്ള GFS ഗാലക്സി എന്ന ചരക്ക് കപ്പലിന് നേരെ ഞായറാഴ്ചയുണ്ടായ ആക്രമണത്തിലാണ് പൂനെ സ്വദേശിയെ കാണാതായത്. കപ്പലിലുണ്ടായിരുന്ന 11 ഭാരതീയരിൽ 10 പേരെ ഒമാൻ അധികൃതർ രക്ഷപ്പെടുത്തിയിരുന്നു. വിവരങ്ങളുമായി ഷിൻസ് സെബാസ്റ്റ്യൻ ചേർന്നു. ഷിൻസ്, ഏറെ നിർഭാഗ്യകരമായൊരു സംഭവമാണ് ഉണ്ടായത്. കൊല്ലപ്പെട്ട ആ ഒരു ഭാരതീയന്റെ മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയെന്ന് അറിയാൻ കഴിയുന്നു. വിശദാംശങ്ങൾ. പറഞ്ഞ പോലെ തന്നെ ഏറ്റവും സങ്കടകരമായ ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. GF ഗാലക്സി എന്ന സൈപ്രസ് പതാകയുടെ വാണിജ്യ ചരക്ക് കപ്പലിന് നേരെയാണ് കഴിഞ്ഞ ഞായറാഴ്ച ഒമാൻ തീരത്തിന് സമീപം ഇറാന്റെ ആക്രമണം ഉണ്ടായത്. കപ്പലിലുണ്ടായിരുന്ന 11 ഭാരതീയരിൽ 10 പേര് ഒമാൻ അധികൃതർ സുരക്ഷിതമായി രക്ഷപ്പെടുത്തിയിരുന്നു. ഏകദേശം 60 മണിക്കൂർ നീണ്ട തെരച്ചിലിനൊടുവിലാണ് ഒമാൻ കോസ്റ്റ് ഗാർഡാണ് ഇപ്പോൾ പൂനെ സ്വദേശിയായ മറൈൻ എഞ്ചിനീയർ കേരം കമാർക്കയുടെ മൃതദേഹം കടലിൽ നിന്ന് കണ്ടെത്തിയത്. ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റാണ് ഇപ്പോൾ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത്. കാണാതായ ജീവനക്കാരനായി ഒമാൻ കപ്പൽ അധികൃതർ, കപ്പൽ മാനേജ്മെന്റ്, മറ്റ് നയതന്ത്ര ഏജൻസികൾ എന്നിവയുമായി ചേർന്ന് നിരന്തരമായ ഏകോപന കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അടക്കം നടത്തിയിരുന്നെങ്കിലും ഇയാൾ കേരളത്തെ രക്ഷിക്കാൻ സാധിച്ചിരുന്നില്ല. ആക്രമണത്തെ തുടർന്ന് കപ്പലിൽ വൻ തീപിടുത്തം ഉണ്ടാകുകയും എഞ്ചിൻ റൂമിന് ഗുരുതര കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തതോടെ കപ്പലിന്റെ പ്രവർത്തനം പൂർണ്ണമായി നിലയ്ക്കിരുന്നു. അമേരിക്കയുടെ സൈനിക നടപടികൾ തിരിച്ചടിയായി ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ മിസൈൽ ഡ്രോൺ ആക്രമണം നടത്തുകയും ഹോർമുസ് കടലിൽ കടത്തി പൂട്ടിയാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത് തൊട്ടു പിന്നാലെയായിരുന്നു കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായത്. ഇപ്പോൾ സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുകയാണ്. കേന്ദ്ര സർക്കാർ അടക്കമുള്ള UAE-യിലെയും ഒമാനിലെയും ഇന്ത്യൻ എംബസികൾ, നയതന്ത്ര കാര്യാലയങ്ങൾ അടക്കമുള്ളവർ അന്വേഷണം നടത്തുകയാണ്. ഏതായാലും ഭാരതീയരെ സംബന്ധിച്ച് ഏറ്റവും സങ്കടപ്പെടുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വ്യക്തമാണ്. ഒമാൻ തീരത്ത് ഇറാൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഭാരതീയന്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുകയാണ്. പൂനെ സ്വദേശിയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ഷിൻസ് സെബാസ്റ്റ്യനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.